ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ നമുക്കൊപ്പം എത്തിയിരിക്കുന്നത് കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാറാണ്. അദ്ദേഹത്തെ നമുക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം നമ്മുടെ ഹെലോ മലയാളത്തിലേക്ക്. ശ്രീ പ്രവീൺ കുമാർ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, സ്വാഗതം ഹെലോ മലയാളത്തിലേക്ക്. നമസ്കാരം. ശ്രീ പ്രവീൺ കുമാർ, ഈ കോൺഗ്രസുകാരെ സംബന്ധിച്ച് വലിയ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കെ കരുണാകരൻ സ്മാരക മന്ദിരം എന്ന് പറയുന്നത്. ഒരുപാട് DCC പ്രസിഡന്റുമാരൊക്കെ പരിശ്രമിച്ചു, പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് പല കാലങ്ങളായി അത് നടക്കാതെ പോയൊരു സംഭവമാണ്. പക്ഷേ അങ്ങയുടെ നേതൃത്വത്തിൽ അതിനെ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞു. അന്ന് അതും ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ DCC ഓഫീസ് എന്ന വലിയൊരു പ്രത്യേകതയോടുകൂടി ആ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങൊക്കെ വളരെ വൈകാരികമായി ആ ദിവസം കണ്ടതും പിന്നെ AICC ജനറൽ സെക്രട്ടറി ഒക്കെ ആശ്വസിപ്പിക്കുന്നതും ഒക്കെ കണ്ടതാണ്. ഇപ്പോൾ മന്ദിരമൊക്കെ ഉദ്ഘാടനം കഴിഞ്ഞു. എങ്ങനെയാണ് ആ സാഹചര്യങ്ങളെയൊക്കെ ഓർക്കുന്നത്? അല്ല, നിങ്ങൾ വൈകാരികമായി എന്ന് പറഞ്ഞല്ലോ, അതേക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഞാൻ അറിയാതെ വികാരഭരിതനായി പോകും. കാരണം ആയിരക്കണക്കിന് കോൺഗ്രസുകളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് ദൗത്യമായിരുന്നു ഞാൻ പ്രസിഡന്റായ കമ്മിറ്റി ഏറ്റെടുത്തത്. അത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു കെട്ടിടം പൊളിച്ചു മാറ്റുകയായിരുന്നു. പൊളിക്കുമ്പോൾ ഒരു പേടി, പൊളിച്ച പ്രസിഡന്റ് എന്നതിൻ്റെ പേര് വരുമോ, അല്ലെങ്കിൽ പൂർത്തീകരിക്കാതെ പോയാൽ ഇട്ടേച്ച് പോയ പ്രസിഡന്റിന്റെ പേര് വരുമോ എന്നൊക്കെ ഭയം, എന്നൊക്കെ ഒരു ആശങ്കകൾ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ തികഞ്ഞ ആത്മവിശ്വാസക്കാരാണ് ഞാൻ. ബേസിക്കലി ഐ മീൻ ഓപ്റ്റിമിസ്റ്റിക്. ആത്മവിശ്വാസവും ദൈവവിശ്വാസവും എൻ്റെ കൈമുതലാണ്. അത് രണ്ടും എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ പൂർത്തീകരിക്കാനാവുന്ന ഉറപ്പുണ്ടായിരുന്നു. അതിലൊക്കെ ഉപരിയായി ജില്ലയിലെ കോൺഗ്രസ്സുകാരിൽ എനിക്കൊരു വല്ലാത്ത വിശ്വാസം ഉണ്ടായിരുന്നു. ഈ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് നിർമ്മാണം അത് വൈകാരികമായി കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റെടുക്കുമെന്ന് ഞാൻ കരുതിയിരുന്നു. ഞാൻ യോഗങ്ങളിൽ അവരോട് പറഞ്ഞത്, ഇത് നിങ്ങളുടെയും നമ്മളുടെയും രണ്ടാം വീടാണ്. ആ രീതിയിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നിങ്ങൾ കണക്കാക്കണമെന്നായിരുന്നു. പക്ഷെ ശരിക്കും അവർ അത് പരിഗണിച്ചത് രണ്ടാം വീടായിട്ടല്ല, അവരുടേക്ക് ഒന്നാം വീടായിട്ടാണ്. അതുകൊണ്ട് ഈ നിർമ്മാണ പൂർത്തീകരണത്തിൻ്റെ പരിപൂർണമായ ക്രെഡിറ്റ് ഈ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർക്കാണ് ഞങ്ങൾ സമർപ്പിക്കുന്നത്. ആ സമയത്ത് ഒരുപാട് വിവാദങ്ങളും കാര്യങ്ങളൊക്കെ വരികയൊക്കെ ചെയ്തു. അപ്പോൾ ഈ നിർമ്മാണ ഘട്ടത്തിൽ അങ്ങ് ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധികളൊക്കെ നേരിട്ടിരുന്നോ? നിർമ്മാണ ഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ഞാൻ പ്രതിസന്ധി നേരിട്ടിട്ടില്ല. പക്ഷേ എനിക്കൊരു വ്യക്തിപരമായ വിഷമം ഉണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി എൻ്റെ ഏട്ടൻ്റെ വിയോഗം വന്നു. 2023 സെപ്റ്റംബർ 14 ഈ നിർമ്മാണം കാര്യമായി പുരോഗമിക്കുന്ന ഒരു ഘട്ടമായിരുന്നു. ആ സമയത്ത് ആ ഏട്ടൻ്റെ അപ്രതീക്ഷിത വിയോഗം എന്നെ വല്ലാതെ വിഷമിപ്പിക്കുകയും പൊതുരംഗത്ത് തന്നെ മാറി നിൽക്കാനുള്ള ഒരു തീരുമാനം എൻ്റെ മനസ്സിൽ അറിയാതെ വരികയും ചെയ്തിരുന്നു. കാരണം ഇനി എനിക്ക് പഴയതുപോലെ സജീവമാൻ സാധിക്കുമോ എന്നുള്ള ഒരു ആശങ്ക എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം ഞാനൊരു ബേസിക്കലി ഫാമിലി മാനാണ്. ഞങ്ങൾ ഭയങ്കര അറ്റാച്ച്ഡ് കുടുംബമാണ്. എന്നേക്കാൾ 2 വയസ്സിന് മാത്രം മൂപ്പുള്ള എൻ്റെ, അല്ലെങ്കിൽ കൂടുതൽ പ്രായമുള്ള എൻ്റെ ഏട്ടൻ്റെ അപ്രതീക്ഷിത വിയോഗം എന്നെ ആകെ തളർത്തിയിരുന്നു. ആ 4-5 ദിവസക്കാലം ഇനി കുടുംബവുമായി മാത്രം ബന്ധപ്പെട്ട് ജീവിക്കാം, പൊതുരംഗത്തൊക്കെ സജീവമാകൽ മതി എന്നൊരു തീരുമാനം മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് 6-ാം ദിവസമാണ് എൻ്റെ വീട്ടിലേക്ക് എൻ്റെ DCCയുടെ ഓഫീസിൻ്റെ ചാർജ് വഹിക്കുന്ന PM മധുരമാൻ ജനറൽ സെക്രട്ടറിയും ഇതിൻ്റെ കോൺട്രാക്ടർ ശ്രീ സുൽഫിയും ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച ഓഫീസ് സെക്രട്ടറി താഹിയും കടന്നു വരുന്നത്. അപ്പോൾ അവർക്ക് എന്നോട് പറയാൻ മടി. കാരണം എൻ്റെ ഒരു അവസ്ഥ വല്ലാത്ത രീതിയിലായിരുന്നു. കാരണം ഇതിനി അവർ പഠിച്ചുകൊണ്ട് പറഞ്ഞു, പ്രസിഡന്റ് അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് പ്രവൃത്തി മാറ്റിവെക്കാം എന്നെ ചോദിച്ചു. അപ്പോൾ എന്നിലെ കോൺഗ്രസ്സുകാരനോ എന്നിലെ DCC പ്രസിഡന്റോ പെട്ടെന്ന് ഉണരുകയായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഞാൻ അങ്ങനെ ഒരു ദിവസം ജോലി നിർത്തിവെച്ചാൽ, പ്രവൃത്തി നിർത്തിവെച്ചാൽ പൂർണ്ണമായും പിന്നെ അത് അവിടെ കിടക്കും. അത് പുനരാരംഭിച്ച് എളുപ്പമല്ല. അങ്ങനെ കുറേ മുൻകാല അനുഭവങ്ങൾ നമ്മുടെ പാർട്ടിയുടെ മുമ്പിലുള്ളത് കൊണ്ട് ഉടനെ തന്നെ ഞാൻ അതിൽ നിന്ന് ഓർത്തെഴുതിയിട്ട് അതിനു വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു. സത്യം പറഞ്ഞാൽ പൊതുജീവിതത്തിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കണമെന്ന എൻ്റെ തീരുമാനം മാറാനുണ്ടായൊരു ഘടകം ഈ ഓഫീസ് പൂർത്തീകരിക്കണമെന്നുള്ള മറ്റൊരു ജീവിതത്തിലെ ശബ്ദമായിരുന്നു. അല്ലാതെ മറ്റൊരു പ്രതിസന്ധിയും പ്രയാസവും ഉണ്ടായിട്ടില്ല. കാരണം വലിയ പ്രതിസന്ധികളൊക്കെ അതിജീവിച്ച് അങ്ങയുടെ നേതൃത്വത്തിലുള്ള സംഘവും ഒക്കെ ഈ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ DCC ഓഫീസൊക്കെ പടുത്തുയർത്തി. പക്ഷേ ആ ഉദ്ഘാടന ദിവസം നമ്മൾ കണ്ട കാഴ്ചകൾ പക്ഷേ മറ്റ് ചില വിവാദങ്ങൾക്ക് കൂടി വഴിമാറി. നേതാക്കൾക്ക് മുന്നറിയിപ്പ് വരുന്നു, പാർട്ടി മുഖപത്രത്തിൽ തന്നെ മുഖപ്രസംഗം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. K മുരളീധരൻ അടക്കം വിമർശനവുമായി രംഗത്ത് വന്നു. ഈ സാഹചര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാമായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും അത് ഒഴിവാക്കാമായിരുന്നു. പക്ഷേ ഒരു കാര്യങ്ങൾ ആലോചിക്കേണ്ടത്, ഞങ്ങളുടെ ഓഫീസ് ഉദ്ഘാടനം വെറും ഒരു നാടമുറിച്ച് ഉദ്ഘാടനം മാത്രമായിരുന്നില്ല, അതൊരു മഹാസമ്മേളനമായിരുന്നു. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ
ഈ കെട്ടിടം നാടിന് സമർപ്പിക്കുമ്പോൾ അതിന് സാക്ഷിയായി എത്തിയത് ഈ ജില്ലയിലെ ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു. ഈ സംസ്ഥാനത്തെ ഒരു വലിയ നേതൃനിരയും ഉണ്ടായിരുന്നു. പിന്നെ അതുമാത്രമല്ല, ഒരു മാസം നീണ്ടു നിൽക്കുന്ന ത്രിവർണോത്സവം പരിപാടിയുമായാണ് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചത്. കോഴിക്കോട് കൊടപ്പുറത്ത് ഏപ്രിൽ മാസം 6-ാം തീയതി ആരംഭിച്ച പരിപാടി ഇതായി മെയ് മാസം 6-ാം തീയതി അവസാനിക്കാൻ പോകുന്നേയുള്ളൂ. ഇന്നും ഒരു പരിപാടി നടക്കുകയാണ്. ഇന്ന് വൈകുന്നേരം ഇവിടെ ഈ കെട്ടിടത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ കർഷകരുടെയും തൊഴിലാളികളുടെയും സംഗമം നടക്കുന്നു. അതിൽ പങ്കെടുക്കാനായി തെലങ്കാന ഡെപ്യൂട്ടി മുഖ്യമന്ത്രി മല്ലു ഭട്ടി വിക്രമാർക്കയും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുഷിയും എത്തുന്നു. സമൂഹത്തിലെ എല്ലാ മേഖലകളും ടച്ച് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ഉദ്ഘാടന പരിപാടി നടത്തിയത്. ഞങ്ങളതിൽ കലാസന്ധ്യ നടത്തി, കലാ സാംസ്കാരിക സദസ്സ് നടത്തി, മാധ്യമ സെമിനാർ നടത്തി, യുവജന വിദ്യാർത്ഥി മീറ്റ് നടത്തി, വനിതാ മീറ്റ് നടത്തി, ഫുട്ബോൾ നടത്തി, അതുപോലെ തന്നെ ഇവിടെ ഞങ്ങൾ ദളിത് മീറ്റ് നടത്തി, ജനപ്രതിനിധികളുടെയും സഹകാരികളുടെയും സംഗമം നടത്തി. അങ്ങനെ വിവിധങ്ങളായ പരിപാടികൾ നടത്തിക്കൊണ്ട് ഒരു മഹോത്സവമായിട്ടാണ് ഞങ്ങൾ ഈ പരിപാടി സംഘടിപ്പിച്ചത്. അതിനിടയ്ക്ക് നിങ്ങൾ പറഞ്ഞ ഈ ഉന്തും തള്ളുമൊക്കെ ഒഴിവാക്കേണ്ടതായിരുന്നെങ്കിൽ പോലും അത് വിവാദമാക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതിനപ്പുറത്ത് എത്രയോ നല്ല കാര്യങ്ങൾ ചർച്ചക്കെടുക്കാൻ നമ്മുടെ മുമ്പിലുണ്ട്. എനിക്ക് തോന്നുന്നു, ഞാൻ അഹങ്കാരത്തിലൊന്നും പറയുകയല്ല, എനിക്ക് തോന്നുന്നില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയും അടുത്ത കാലത്തൊന്നും കോഴിക്കോട്ട് ഇത്തരം എല്ലാ മേഖലകളുമായി ബന്ധപ്പെട്ട പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്ന്. ആ വാർത്തകൾ കൂടി പുറം ലോകത്തേക്ക് അറിയിക്കണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മാധ്യമങ്ങളൊക്കെ നന്നായി സഹകരിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഈ വിവാദങ്ങൾക്കിടയിൽ അത് മങ്ങിപ്പോകരുത് എന്ന ഒരു ചെറിയ ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. തീർച്ചയായും ശ്രീ പ്രവീൺ കുമാർ, ഈ പ്രവർത്തികളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിന് പിന്നിൽ നടന്ന കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്നതാണ്. പക്ഷേ പൊതുജനങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ പ്രമുഖരായ നേതാക്കളൊക്കെ, അല്ലെങ്കിൽ പാർട്ടിയുടെ മുഖമായി നിൽക്കുന്ന മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഇത്തരത്തിൽ ഉന്തും തള്ളുമൊക്കെ ചെയ്യുമ്പോൾ അത് പൊതുജനങ്ങൾ അതിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കില്ലേ? അല്ലാതെ സ്വാഭാവികമാണ്. പാർട്ടി മുഖപത്രം തന്നെ, പാർട്ടിയുടെ മുഖപത്രം തന്നെ അതിനെ എഡിറ്റോറിയൽ എഴുതി, ഞങ്ങളൊക്കെ ഇതിനെ സ്വാഗതം ചെയ്തു. KPCC പ്രസിഡന്റ് അതുമായി ബന്ധപ്പെട്ട പ്രസ്താവന നടത്തി. അതുമായി ബന്ധപ്പെട്ട് KPCC പ്രസിഡന്റ് പ്രസ്താവന വന്നു കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല. ഒരു കോൺഗ്രസ്സുകാരനും ഒന്നും പറയുകയും അരുത്. യെസ്, ശ്രീ പ്രവീൺ കുമാർ, ഇനി മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊക്കെ ചില ഈ അഴിമതി ആരോപണം അങ്ങനത്തെയൊക്കെ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതിലൊക്കെ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഞാൻ അത് ഉത്തരം അറിയിക്കാത്തൊരു ചോദ്യമായതുകൊണ്ട് ഞാനതിനെ ഇഗ്നോർ ചെയ്യുന്നു. സോറി. ശരി ശ്രീ പ്രവീൺകുമാർ, ഇനിയിപ്പം മറ്റൊരു കാര്യം, ഇനി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. എങ്ങനെയൊക്കെയാണ് പാർട്ടിയുടെ മുന്നൊരുക്കങ്ങൾ? പാർട്ടിയുടെ മുന്നൊരുക്കങ്ങൾ അതിശക്തമാണ്. നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥി 25,000 വോട്ടിനെങ്കിലും ജയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിൻ്റെ കൃത്യമായ മുന്നൊരുക്കങ്ങൾ അവിടെ നടന്നു വരുന്നുണ്ട്. ശ്രീ AP അനിൽകുമാർ MLA കണ്ടതിൻ്റെ ചുമതല ആ മലപ്പുറം ജില്ലയിലെയും നിലമ്പൂരിലെയും UDF പ്രവർത്തകർ ഒറ്റക്കെട്ടായി അതിന് സജ്ജമായി കഴിഞ്ഞു. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒക്കെ അതിനുവേണ്ടി വളരെ സജീവമായ രംഗത്തുണ്ട്. എല്ലാം വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുണ്ട്. ഈ സംസ്ഥാനത്തെ എല്ലാ കോൺഗ്രസ് നേതാക്കളും, ഈ സംസ്ഥാനത്തെ എല്ലാ UDF നേതാക്കളും, വിശിഷ്യ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളും അതിശക്തമായി അതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ പിറ്റേ ദിവസം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് ഒരേയൊരു പാർട്ടിയെ കേരളത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. അത് കോൺഗ്രസ് ആണ്, UDF ആണ്. ശരി, വളരെയധികം നന്ദി ശ്രീ പ്രവീൺ കുമാർ. ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്കൊപ്പം ചേർത്തതിന്, ഞങ്ങളുടെ പ്രേക്ഷകരുമായി സംസാരിച്ചതിന് അങ്ങേക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു.